ബ്ലാക്ക് സീയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുർക്കിയുടെ ദൃശ്യം അതിമനോഹരമാണ്. ഈ കാഴ്ചകൾ നോക്കിയിരിക്കാവുന്ന തരത്തിൽ ആകർഷകവുമാണ്. പക്ഷേ തീരത്തു നിന്നും അല്പം അകത്തേക്ക് കയറിയാൽ തുർക്കിയുടെ ഈ തീരപ്രദേശങ്ങൾക്ക് ദൃശ്യ സൗന്ദര്യത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കാണിക്കാനുണ്ടെന്ന് മനസ്സിലാകും. അനേകം ജീവജാലങ്ങളും സസ്യജാതികളും ഇവിടെ കാണാം. ലോകത്ത് മറ്റെവിടെയും കാണാനാകാത്ത നിരവധി ജീവജാലങ്ങളും ഇവിടെയുണ്ട്. ഇവയെല്ലാം തുർക്കിയുടെ തീരപ്രദേശങ്ങളെ പ്രത്യേകതയുള്ളവയാക്കി മാറ്റുന്നു. എന്നാൽ ഇത്രയേറെ പ്രകൃതി സൗന്ദര്യം ഉണ്ടായിരുന്നിട്ടും തുർക്കിയിൽ ഒരു ഭാഗത്ത് കൽക്കരി ഖനനത്താൽ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവർ ഇവിടേക്ക് 100-ലധികം ബഫലോകളെ ഇറക്കിവിട്ടു. എന്തിനായിരിക്കും ഇവർ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ബഫലോകളെ ഇറക്കിവിട്ടിട്ടുണ്ടായിരിക്കുക? അവർക്ക് അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? ഈ ചോദ്യങ്ങളിലേക്കാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. വളരെ വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൻ തുർക്കിയിൽ വിവിധ മേഖലകളിലായി അടയ്ക്കപ്പെട്ട കൽക്കരി ഖനനങ്ങൾ അവശിഷ്ടമായിരുന്നു. എന്നാൽ ഈ ഖനനങ്ങൾ ഉപേക്ഷിച്ചതിൻ്റെ കാരണമായി പ്രകൃതി ദുർബലമായ സാഹചര്യങ്ങൾ പരിഹരിക്കാൻ അവർ തീരുമാനിച്ചു. ഈ പരീക്ഷണത്തിനായി അവർ വ്യത്യസ്തമായൊരു ആശയമാണ് മുന്നോട്ട് വെച്ചത്. ഇത്തരം പ്രദേശങ്ങളിലേക്ക് 100-ലധികം ബഫലോകളെ ഇറക്കിവിടുകയെന്നതായിരുന്നു അവരുടെ ആശയം. ഖനന മേഖലകളിൽ ജീവന്റെ സാന്നിധ്യം കൊണ്ടുവരാനായി 2017 ഈ പദ്ധതി രൂപീകരിച്ചത്. ഒരു കാലത്ത് തുർക്കിയിൽ ഏറ്റവും സജീവമായിരുന്ന ഖനന മേഖലകളിൽ ഒന്നായിരുന്നു സോങ്കുൾഡക് പ്രവിശ്യ. ഇവിടെ നിന്നാണ് ആയിരക്കണക്കിന് ടൺ കൽക്കരി കടന്നുപോകുന്നത്. വർഷങ്ങളോളം നടന്ന ഖനനത്തിനു ശേഷം ഇവിടുത്തെ മണ്ണ് കരിഞ്ഞുപോയി, വനങ്ങൾ ഇല്ലാതായി, ജലസ്രോതസ്സുകൾ ഉണങ്ങി. ഒടുവിൽ ഈ പ്രദേശം ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഈ പ്രദേശം ആർക്കും മനസ്സിലാകാത്ത വിധം മലിനമായൊരു ഭൂമിയായി മാറി. പ്രകൃതിയുടെ മാറ്റങ്ങളോ ജീവികളുടെ സാന്നിധ്യമോ ഒന്നുമില്ലാതെ ശൂന്യമായ കാഴ്ചയായി തീരുകയായിരുന്നു. ഇത്തരമൊരു സ്ഥലത്തേക്കാണ് അവർ 100-ലധികം ബഫലോകളെ ഇറക്കിവിട്ടതും. ബഫലോകൾ സാധാരണയായി കർഷകർ ഉപയോഗിക്കുന്ന കന്നുകാലികളാണ്. ഇവ ശക്തമായ ശരീരവും കഠിനമായ കാലാവസ്ഥയെ സഹിക്കാൻ ശേഷിയും ഉള്ളവയുമായിരുന്നു. ഇവയെ ഇത്തരം സാഹചര്യത്തിലേക്ക് ഇറക്കിവിട്ടപ്പോഴും ആർക്കും വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അതായിരുന്നു വലിയ അത്ഭുതത്തിൻ്റെ തുടക്കം. ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. 1-ാം വർഷമായപ്പോഴേക്കും വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു. ബഫലോകളുടെ ചവിട്ടിലൂടെ മണ്ണ് അഴുകിത്തുടങ്ങി. കഠിനമായി വളരുന്ന മുളകൾ ഇല്ലാതായി. അവയുടെ മലമൂത്ര വിസർജ്യങ്ങൾ മണ്ണിൽ പ്രകൃതിദത്ത ജൈവവളമായി പ്രവർത്തിച്ചു. അതുകാരണം ചെറിയ തോതിൽ പുല്ലുകളും ചെടികളും വീണ്ടും വളരാൻ തുടങ്ങി. പക്ഷികളും ഇവിടേക്ക് വന്നു തുടങ്ങി. ഇത് നശിച്ച മണ്ണിന് പച്ചനിറം തിരികെ വന്നതിൻ്റെ ആദ്യ സൂചനയായിരുന്നു. 2-ാം വർഷം അവസാനിക്കുമ്പോഴേക്കും സ്ഥിതിഗതികൾ അതിശയകരമായ രീതിയിൽ മാറി. പച്ചപ്പുള്ള പുൽമേഖലകളും ചെറുതായി വളർന്ന മരങ്ങളുമാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷികൾ അവിടെ കൂടുണ്ടാക്കി തുടങ്ങി. വെള്ളമൊഴുകുന്ന ചെറിയ നീർച്ചാലുകൾ വരെ രൂപപ്പെട്ടു. ക്രമേണ അവിടുത്തെ ജൈവവൈവിധ്യവും ജീവികളുടെ സാന്നിധ്യവും വീണ്ടും വീണ്ടെടുക്കപ്പെട്ടു. കീടങ്ങൾ, പുഴുക്കൾ, ചെറു കാട്ടുമൃഗങ്ങൾ തുടങ്ങി നിരവധി ജീവികളും വീണ്ടും ഈ മേഖലയിലേക്ക് തിരിച്ചെത്തി. ഈ അപ്രതീക്ഷിതമായ പ്രകൃതിയുടെ മാറ്റം ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു. ബഫലോകൾ എങ്ങനെയാണ് പ്രകൃതിയിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തിയതെന്ന് അറിയുന്നതിനായി ശാസ്ത്രീയമായി അവരെ നിരീക്ഷിച്ചപ്പോൾ നിരവധി അത്ഭുതങ്ങൾ കണ്ടെത്തി. അവ മണ്ണ് ചവിട്ടി മെഴുകുന്നതിലൂടെ മണ്ണിന് പുതിയ ജീവനേകി. അതായത് നിലം ചവിട്ടുന്നതിനാൽ മണ്ണ് ഓക്സിജൻ സ്വീകരിക്കാൻ അവസരം ലഭിക്കുന്നു. അവയുടെ ചർമ്മത്തിലൂടെ പുറത്തുവരുന്ന സൂക്ഷ്മാണുക്കൾ മണ്ണിൽ ജൈവപ്രക്രിയകൾക്ക് സഹായകരമാവുകയും ചെയ്തു. കൂടാതെ അവയുടെ മലമൂത്ര വിസർജ്യത്തിലൂടെ നൈട്രജൻ അടങ്ങിയ ജൈവവളങ്ങൾ മണ്ണിലും ചേർന്നു. ഈ സകല ഘടകങ്ങളും മതിയായ സമയവും പ്രകൃതിയോട് സഹകരിക്കുന്ന സമീപനവും ബഫലോകളുടെ ജൈവശേഷിയും ചേർന്നപ്പോൾ വലിയൊരു മാറ്റത്തിന് തന്നെയാണ് തുടക്കമിട്ടത്. ഇത് നമ്മുടെ നാടുകളും പരിസ്ഥിതിയും പാഠമാക്കേണ്ട ഒന്ന് തന്നെയാണെന്നതിൽ സംശയമില്ല. കൃത്രിമമായ നടപടികളേക്കാൾ പ്രകൃതിദത്തമായതും സമാധാനപരവുമായ മാർഗങ്ങൾ പലപ്പോഴും മികച്ച ഫലങ്ങൾ നൽകും. നമ്മൾ നശിപ്പിച്ച ഭൂമിയെ തക്കതായ രീതിയിൽ തന്നെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിലും ഇത്തരം പ്രോജക്ട്സ് ആരംഭിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ഇതിലൂടെ ഉയരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.